KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന നേതൃത്വത്തോട് കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തണമെന്ന ആവശ്യം മല്ലികാർജ്ജുൻ ഖർഗെയോടും രാഹുൽ ഗാന്ധിയോടുമാണ് ആവശ്യം അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് മതി നേതൃമാറ്റ ചർച്ചകളെന്നും സുധാകരൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് സുധാകരൻ ഉറപ്പ് ലഭിച്ചതായും സൂചന. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, എന്തായാലും ഡൽഹിയിൽ ഇന്നലെ നിർണായകമായ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അതിൽ സുധാകരൻ എന്താവശ്യമാണ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ആവശ്യത്തോട് ഹൈക്കമാൻഡിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണവും മറുപടിയും എന്തായിരുന്നു? സൈഫുദ്ദീൻ, ഇന്നലെ വൈകിട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയത്. ഈ ചർച്ചയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ കൂടാതെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. ഇരുവരോടും ഒരൊറ്റ ആവശ്യം മാത്രമാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിക്കാൻ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെ അനുവദിക്കണം. അതുവരെ നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടാവരുത് എന്നൊരാവശ്യമാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, താൻ സജീവമായി കേരളത്തിലെ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് വലിയ സജീവമായി തന്നെ രംഗത്തുണ്ട്. മാത്രമല്ല, ഓരോ ജില്ലകളിലും പരമാവധി ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ നേതാക്കളെ കാണാനും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ, അതായത് സജീവമായ ചർച്ചകളിലൊക്കെ അതിസജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം മുന്നിലുള്ളത് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്: LDF സർക്കാരിനെ താഴെയിറക്കുക, പിണറായി വിജയൻ സർക്കാരിനെ താഴെയിറക്കുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ താൻ സജീവമായി തന്നെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റരുത് എന്നൊരാവശ്യമാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിന്റെ പടിവാതിൽക്കലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് തന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് കൂടി സുധാകരൻ നിലപാടെടുത്തിട്ടുണ്ട്, AICCയോട് അറിയിച്ചിട്ടുണ്ട്. ഈ സുധാകരന്റെ ആവശ്യം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അംഗീകരിച്ചു എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇന്നലെ കെ സുധാകരനെ ഡൽഹിയിൽ നിന്ന് വീട്ടിൽ നിന്ന് യാത്ര അയക്കുന്നതിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിൽ നേതൃമാറ്റം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സുധാകരന് ഉറപ്പ് നൽകിയെന്ന വിവരം കൂടി നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ നേതൃമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ കെ സുധാകരൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് ചില കേന്ദ്രങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അത്തരം വാർത്തകൾ പുറത്തുവിടുന്നു. താൻ ഇന്നല്ലെങ്കിൽ നാളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും, തന്നെ മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത്തരം വാർത്തകളിലുള്ള അതൃപ്തി കൂടി കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഇത്തരമൊരു ഉറപ്പ്, നിർണായകമായൊരു ഉറപ്പ് കെ സുധാകരന് AICCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ പ്രധാനമായും സുധാകരൻ മുന്നോട്ട് വെച്ച മറ്റൊരാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DCC പുനഃസംഘടന സജീവമായി ആലോചനയിലുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ചുമതല AICC ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അതിലേതെങ്കിലും തരത്തിലുള്ളൊരു മുന്നോട്ട് പോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ചില ഗ്രൂപ്പ് ചർച്ചകളിലും മറ്റും തട്ടി DCC പുനഃസംഘടന ഇങ്ങനെ വഴിയിൽ നിൽക്കുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ DCC അധ്യക്ഷന്മാരെ പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അടിയന്തരമായി ഏറ്റവും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി കെ സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി കെ സുധാകരന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നേതൃമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വാർത്തകൾ വരുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളോട് അത്തരം വാർത്തകൾ വരുന്ന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചില അതൃപ്തി, കൃത്യമായി ചില വ്യക്തികളുടെ പേര് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് സുധാകരൻ നേതൃത്വത്തെ ആ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി, സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.